വിശുദ്ധരുടെയും കുലീനരുടെയും നഗരമെന്നറിയപ്പെടുന്ന സ്പെയിനിലെ ആവിലായിൽ 1515 മാർച്ച് 28 സ്പെയിനിന്റെ സുവർണ കാലഘട്ടത്തിൽ അതിസമ്പന്നരായ ഡോൺ അൽഫോൻസെ സാഞ്ചസ് ദെ സെപ്പാദായുടെയും ഡോണ ബെയാട്രീസ് ദാവില ഈ അഹമ്മദായുടെയും മകളായി ത്രേസ്യ ജനിച്ചു. ബാല്യത്തിലെ ദൈവത്തെ കാണണമെന്ന് ശഠിച്ചവൾ ആവിലായുടെ സുന്ദരി എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നു ഇവൾ. 20-ാം വയസ്സിൽ ആവിലായ്ക്കടുത്തുള്ള ഇൻകാർണേഷൻ മഠത്തിൽ പ്രവേശിച്ചു. മഠത്തിൽ പ്രവേശിച്ച് അധികം താമസിക്കാതെ തന്നെ ഇവൾ ശാരീരികമായി ഒരു രോഗിയായി മാറി. മാത്രമല്ല, പറഞ്ഞറിയിക്കാനാവാത്ത വിധം ശക്തമായ ശാരീരിക വേദനകൾ അവൾ അനുഭവിച്ചുകൊണ്ടിരുന്നു. തൻ്റെ പ്രിയപുത്രിയുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾ അറിഞ്ഞ് ആ വത്സല പിതാവ് ഓടിയെത്തി തൻ്റെ മകളെയും കൊണ്ട് ചികിത്സിക്കാൻ ദൂരെയുള്ള ഒരു വൈദ്യന്റെ അടുത്തേക്ക് പോവുകയാണ്. കൂടെ സഹോദരൻ മാർട്ടിനും ത്രേസ്യയെ സഹായിക്കാൻ ജുവാന എന്ന കന്യാസ്ത്രീയും കൂടെയുണ്ട്. ദുർഘടം പിടിച്ച ദീർഘദൂര യാത്രയായിരുന്നു ഇത്. യാത്രാമധ്യേ അവർ അമ്മാവന്റെ വീട്ടിൽ കയറുകയാണ്. ഇവരെ വഴികാത്തു നിൽക്കുകയായിരുന്നു സ്നേഹനിധിയായ അമ്മാവൻ. കുതിരപ്പുറത്തുള്ള ദീർഘദൂര യാത്ര ത്രേസ്യയെ വളരെയധികം ക്ഷീണിതയാക്കിയിരുന്നു. ഇവർക്ക് ഭക്ഷണത്തിനും വിശ്രമത്തിനുമുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇദ്ദേഹം ഒരുക്കിയിരുന്നു. Esta es mi amiga Juana Suárez, compañera de convento. ¿Qué vas a coger frío, hija? Entra la Juana. Se tiene que acostar, ya hablaréis luego. നീണ്ട ഏതാനും വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം ത്രേസ്യയുടെ പിതാവിനും അമ്മാവനും ഉണ്ടായിരുന്നു. യാത്രാക്ഷീണവും രോഗാവസ്ഥയുടെ ശാരീരിക അസ്വസ്ഥതകളും അവൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ത്രേസ്യ നേരത്തെ കിടക്കാൻ പോയിരുന്നു. ഒരു താപസ ജീവിതം നയിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ അമ്മാവൻ. ത്രേസ്യയുടെ മുറിയിൽ വന്ന് ഇദ്ദേഹം ഇവൾക്ക് ഒരു പുസ്തകം സമ്മാനിക്കുന്നു. ത്രേസ്യയുടെ ഇഷ്ടപ്പെട്ട വിനോദമായിരുന്നു പുസ്തക വായന. ഇദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങളുടെ ശേഖരമുണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു പുസ്തകം സമ്മാനമായി ത്രേസ്യയ്ക്ക് കൊടുക്കുകയാണ്. ഈ പുസ്തകത്തിന്റെ പേര് തൃതീയ അക്ഷരമാല, തേർഡ് ആൽഫബറ്റ് എന്നാണ്. ഇതിന്റെ ഇതിവൃത്തം ഏകാഗ്രമായ പ്രാർത്ഥനയെ പറ്റിയാണ്. ഈ പുസ്തകം ത്രേസ്യയെ പിന്നീട് ആത്മീയ ജീവിതത്തിൽ വളരാൻ ഏറെ സഹായിച്ചിരുന്നു. ത്രേസ്യ തന്റെ ആത്മീയ ജീവിതത്തിന്റെ വരണ്ട അവസ്ഥയെപ്പറ്റി അമ്മാവനുമായി കുറച്ചു സമയം ഇരുന്ന് സംസാരിച്ചു. അധിക ദിവസങ്ങൾ ചെലവഴിക്കാതെ തന്നെ അമ്മാവന്റെ വീട്ടിൽ നിന്ന് അവർ വൈദ്യന്റെ അടുക്കലേക്ക് യാത്ര പുറപ്പെട്ടു. Aquello está muy lejos. Pero cerca ya ves lo que hay. Esto es un mundo pobre y pequeño, Pedro. No está. എന്നാൽ മഞ്ഞുകാലമായിരുന്നതിനാൽ ചികിത്സ തുടങ്ങാൻ താമസിക്കുമെന്ന വിവരം ലഭിച്ചതിനാൽ ഇടയ്ക്ക് യാത്ര നിർത്തി ഏതാനും മാസം മരിയായുടെ വീട്ടിൽ തുടരുവാൻ അവർ തീരുമാനിച്ചു.
ഇവിടെ ആയിരുന്ന സമയം മുഴുവനും ത്രേസ്യ പുസ്തക വായനയിൽ സമയം ചെലവഴിച്ചു. പ്രത്യേകിച്ച് തേർഡ് ആൽഫബറ്റ് എന്ന പുസ്തകം വായിച്ച് ദൈവാനുഭവത്തിൽ വളരുവാനുള്ള പരിശ്രമമായിരുന്നു അവളുടേത്. Tercer abecedario espiritual de Francisco de Osuna. Lo que falta no es el escribir o el hablar, sino el callar y el obrar. Guarda tu corazón, pues es de notar que si el demonio solamente halla una parte o camino mal guardado, por allí se entra al castillo del corazón. Oh dichosas lágrimas por las cuales se purgan las manchas interiores, por las cuales se matan los encendimientos de los pecados. Benditos los que así lloráis, porque reíroseis. En estas lágrimas conoce, oh alma, a tu esposo, abraza al deseado. Embriágate ahora con el arroyo del deleite. Saca leche del pecho de su consuelo y miel. Estos son maravillosos dones que te dio el esposo. Esto es, lágrimas y gemidos. Trae para ti beber en estas lágrimas por medida. Estas lágrimas son para ti pan de día y de noche, y más dulces que la miel y el panal. Teresa, ¿qué haces aquí? ¿Qué ha pasado? മാത്രമല്ല, ഈ സമയങ്ങളിൽ ത്രേസ്യയുടെ ആത്മീയ ജീവിതത്തിന്റെ വ്യത്യസ്ത അനുഭവങ്ങൾ കാണുവാൻ സാധിച്ചു. വളരെ സന്തോഷത്തോടെ ദേവാലയത്തിൽ പോകുന്നതും അതുപോലെ വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുമ്പോഴും നിത്യജീവിതത്തെക്കുറിച്ചും ദൈവസാന്നിധ്യം ഓർമ്മപ്പെടുത്തുന്ന ചിത്രങ്ങളും രൂപങ്ങളും മറ്റും കാണുമ്പോൾ ദൈവാനുഭവത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ത്രേസ്യയെ നമുക്കിവിടെ കാണാം. Gloria Patri et Filio et Spiritui Sancto, sicut erat in principio et nunc et semper et in saecula saeculorum. Amen. Mi autem nimis honorati sunt amici tui Deus, nimis confortatus est principatus seorum. Gloria in excelsis Deo, et in terra pax homini bone voluntatis, totem manam gloriam Tuam, Domine. എനിക്ക് ദൈവത്തെ കാണണം എന്ന് പറഞ്ഞുകൊണ്ട് രക്തസാക്ഷിയാകാൻ സ്വന്തം സഹോദരന്റെ കൂടെ 7ാമത്തെ വയസ്സിൽ ഒളിച്ചോടിപ്പോയെങ്കിലും അമ്മാവൻ കയ്യോടെ പിടികൂടി തിരിച്ചു കൊണ്ടുവന്നു. പ്രായപൂർത്തിയായപ്പോൾ ഇൻകാർണേഷൻ മഠത്തിൽ ചേർന്ന് ദൈവത്തെ കാണുവാനുള്ള തന്റെ ആത്മീയ പ്രയാണം ത്രേസ്യ തുടരുകയാണ്. താൻ അനുഭവിക്കുന്ന ശാരീരിക രോഗാവസ്ഥകളെ പരാതികളും പരിഭവങ്ങളും അസ്വസ്ഥതകളുമില്ലാതെ എല്ലാം ദൈവഹിതമായി സ്വീകരിച്ചുകൊണ്ടും ഭക്തിപൂർവം അനുദിനമുള്ള വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനകളിലും വിചിന്തനങ്ങളിലും പങ്കുചേർന്ന് ദൈവത്തെ ജീവിതത്തിലേക്ക് സംശീകരിച്ചുകൊണ്ട് ത്രേസ്യ തന്റെ ദൈവൈക്യത്തിനു വേണ്ടിയുള്ള യാത്ര തുടരുകയാണ്. Pero estás enfadada
നമ്മുടെയും അനുദിന ജീവിത സാഹചര്യങ്ങളിൽ പ്രാർത്ഥനാപൂർവമായ ആത്മീയ പുസ്തകങ്ങളുടെ വായനകളിലും ബോധപൂർവം ചൊല്ലുകയും അഭ്യസിക്കുകയും ചെയ്യുന്ന ഭക്താനുഷ്ഠാനങ്ങളിലും നാം അറിഞ്ഞോ അറിയാതെയോ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന രോഗങ്ങളുടെയും കഷ്ടപ്പാടിന്റെയും നിമിഷങ്ങളെ ദൈവാനുഭവത്തിന്റെ ഇടങ്ങളായി മാറ്റുവാൻ പരിശ്രമിക്കാം. അതിനുള്ള കൃപയ്ക്കായി ആവിലായിലെ വിശുദ്ധ അമ്മ ത്രേസ്യായോട് നമുക്ക് പ്രാർത്ഥിക്കാം.